ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മഹി സായി ലൈഫ് വ്ലോഗ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനൊരു പാചകമാണ് കേട്ടോ. നമുക്കിന്ന് മീൻകറി വയ്ക്കാം. ചാള കിട്ടിയിട്ടുണ്ട്, കൊച്ചു ചാള. അപ്പം നമുക്കതിന് വേണ്ടുന്നതെന്ന് വെച്ച് നോക്കിക്കേ. ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, ഇഞ്ചി ചതച്ചത്, വെളുത്തുള്ളി ചതച്ചത്, 2 പച്ചമുളക് കീറിയത്, ഇതെല്ലാം നേരത്തെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിനുള്ള അരപ്പ് റെഡിയാക്കാം. തേങ്ങ അരച്ചായിട്ടോ ഞാൻ കറി വയ്ക്കുന്നത്. അപ്പോൾ അതാ തേങ്ങ ചിരവിയത്, ഇനി മുളക് പൊടി നമുക്ക് 2 സ്പൂൺ ഇടാം. ഇനി മഞ്ഞൾപ്പൊടി നമുക്കൊരു ചെറിയ സ്പൂൺ. ഇനി നമുക്കിത് വെള്ളം ചേർത്ത് അരച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ അരപ്പിട റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേഗം നമ്മുടെ മീൻകറി ഉണ്ടാക്കാം. ഞാൻ ഇന്ന് മീൻകറിക്ക് ഇരുമ്പം പുളിയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ അവിടേക്ക് എന്താണ് പറയുന്നത്? ഇവിടെ ഇരുമ്പം പുളി എന്ന് പറയും. കമൻ്റ് ഇടണം എല്ലാവരും കമൻറ്റ് ബോക്സിൽ. അപ്പോൾ അതാ ഇരുമ്പം പുളിയൊക്കെ കഴുകിയത് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. മീനൊക്കെ നമ്മൾ നേരത്തെ തന്നെ കഴുകി നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ അടുത്ത പരിപാടിയിലോട്ട് കിടക്കാം. നമ്മുടെ സ്റ്റൗവൊക്കെ കത്തിച്ചു, കറിച്ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് പറ്റട്ടെ. പറ്റി ചട്ടി ചൂടായതിന് ശേഷം നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ചട്ടി വെള്ളമൊക്കെ പറ്റി ചട്ടി ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് അതിലോട്ട് എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായൊക്കെ വരുന്നുണ്ട്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ ഇവിടെ അരിഞ്ഞു വെച്ചിരുന്ന ഇഞ്ചി ചതച്ചത്, വെളുത്തുള്ളി ചതച്ചത്, ചെറിയ ഉള്ളി, പച്ചമുളക് കീറിയത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അങ്ങനെ നമ്മുടെ ഉള്ളിയും ഇഞ്ചിയും പച്ചമുളകൊക്കെ നന്നായിട്ട് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ അരച്ച് വെച്ച നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം. ഞങ്ങളിപ്പോൾ ഇവിടെ ഉപ്പ് പൊടിക്ക് പകരം ഉപ്പ് നീരാട്ടോ ഉപയോഗിക്കുന്നത്. ഇളക്കി കൊടുത്തിട്ട് നമുക്കൊന്ന് അടച്ച് വയ്ക്കും. ഈ അരപ്പ് തിളച്ചതിന് ശേഷം മാത്രമേ നമ്മുടെ മീൻ കഷ്ണം ഇതിലേക്ക് ഇടാവുള്ളൂ. അങ്ങനെ നമ്മുടെ അരപ്പ് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് നമ്മൾ നേരത്തെ കഴുകി വെച്ചിരുന്ന നമ്മുടെ മീൻ കഷ്ണം എടുത്ത് ഇടാം. അങ്ങനെ നമ്മുടെ മീൻ കഷ്ണമൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇന്നൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി വയ്ക്കാം. എന്നിട്ട് നമുക്ക് അടച്ച് വയ്ക്കാം. അപ്പോഴത്തേക്ക് നമ്മുടെ മീൻ കറി റെഡിയാവും. ഓക്കെ, അങ്ങനെ നമ്മുടെ മീൻ കറി ഇവിടെ റെഡിയായിരിക്കുകയാണ്. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ.